അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 121ാമത്തെ പേജിലേക്കാണ് പോകുന്നത്. പേജ് നമ്പർ 121. ഇവിടെ ഒരു കുട്ടിയുടെ ഒരു ഡൗട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സംശയം ഇങ്ങനെയാണ്: ഹൗ ഡസ് ദ ഫീറ്റസ് ഗെറ്റ് ന്യൂട്രിയൻസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് വേസ്റ്റ് റിമൂവ്ഡ് ഫ്രം ഇറ്റ്സ് ബോഡി? എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിന് പോഷകങ്ങൾ ലഭിക്കുന്നതും അതിൻ്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതും? ഇതൊരു നല്ല ചോദ്യമാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കേസുമാണ്. കാരണം എങ്ങനെ ഒരു കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നു, അതായത് എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ഇനി എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിന് ഗർഭിണിയായിരിക്കുമ്പോൾ വയറിൽ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് എങ്ങനെയാണ് പോഷകങ്ങൾ കിട്ടുന്നതെന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് ഉത്തരം നമ്മൾ എഴുതുകയാണ്. ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ ദ അംബ്ലിവിക്കൽ കോഡ് ദ ഫീറ്റസ് റിസീവ് ഓൾ ദ നെസസറി ന്യൂട്രീഷൻ, ഓക്സിജൻ ആൻഡ് ലൈഫ് സപ്പോർട്ട് ഫ്രം ദ മദർ ത്രൂ ദ പ്ലാസൻറ്റ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ത്രൂ ദ ബ്ലഡ് വെസൽസ്, അതായത് ബ്ലഡ് വെസലിൽ കൂടി, ഇൻ ദ അംബ്ലിബിക്കൽ കോഡിലുള്ള ബ്ലഡ് വെസലിൽ കൂടി എന്താണ് ദ ഫീറ്റസ് എന്ന് വെച്ച് എന്താണ് ഫീറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫീറ്റസ് റിസീവ്സ് ഓൾ ദ നെസസറി ന്യൂട്രീഷൻ, എല്ലാ എന്താണ് പോഷകങ്ങളും, അത് നെസസറി എന്ന് വെച്ചാൽ അത്യാവശ്യമായ, ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ പോഷകങ്ങളും, ഓക്സിജനും ആൻഡ് ലൈഫ് സപ്പോർട്ട്, അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ട് ഫ്രം ദ മദർ, അതായത് അമ്മയിൽ നിന്നും ലൈഫ് സപ്പോർട്ട് ത്രൂ ദ പ്ലാസൻറ്റയിലൂടെ കിട്ടുന്നു. വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ഫീറ്റസ് ആർ സെൻഡ് ബാക്ക് ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ്. അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ, ആ കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ടോക്സിൻ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്താണ് പ്രോഡക്ട്സ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ഫീറ്റസ് ആർ സെൻഡ് ബാക്ക് ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ്, അതായത് എങ്ങോട്ടാണ് തിരിച്ച് അംബ്ലിബിക്കൽ കോഡിലൂടെ എന്താണ് പ്ലാസൻറ്റയിലൂടെയും ടു ദ മദേഴ്സ് സർക്കുലേഷൻ ടു ബി എലിമിനേറ്റഡ്, അമ്മയുടെ ആ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തിലേക്ക് വിടുകയും അങ്ങനെ അത് എലിമിനേറ്റ് ആയി ചെയ്യുക, അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വളരെ സിമ്പിളായിട്ട്, ജസ്റ്റ് വെരി സിമ്പിൾ വേ വി ക്യാൻ സേ ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ് ദ ചൈൽഡ് റിസീവ്സ് ഓൾ ദ ന്യൂട്രീഷൻസ് ആൻഡ് ഓക്സിജൻസ് ഫ്രം മദേഴ്സ് ബോഡി, and through the umbilical cord the waste materials and carbon dioxide is sent back to mother's body to eliminate it from the body of the ഫീച്ചേഴ്സ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇലിസ്ട്രേഷൻ 5.3. ആ പുസ്തകത്തിൽ നിങ്ങൾ ആ പേജ് എടുത്ത് വെക്കുക. ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങളെല്ലാവരും എന്താണ് ഇത് എടുത്തു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ പോഷണവും സംരക്ഷണവും എന്നുള്ള ആ പാഠഭാഗത്താണ്. 121ാമത്തെ പേജാണ്, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാവരും അത് എടുത്തു വെക്കുക. ഇനി നമ്മൾ ഓരോന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് പ്ലാസൻറ്റ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസൻറ്റ ഈസ് ആൻ ഓർഗൻ ദാറ്റ് ഫോംസ് ഇൻ ദ വൂം. അതായത് പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഒരു അവയവമാണ്. അത് വൂമ്പിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂട്രസിലായിരിക്കും, അല്ലെങ്കിൽ ഗർഭാശയത്തിലാണ് രൂപപ്പെടുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി, അത് ഗർഭധാരണത്തിൻ്റെ സമയത്ത് രൂപപ്പെടുന്ന ഒരു അവയവമാണ്. ദ പ്ലാസൻറ്റ ഈസ് കണക്റ്റഡ് ടു ദ ഡെവലപ്പിംഗ് ബേബി ബൈ എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് അംബ്ലിബിക്കൽ കോഡ്. ഈ പ്ലാസൻറ്റ എന്താണ്? ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞുമായിട്ട് ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ് ദ പ്ലാസൻറ്റ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഡെവലപ്പിംഗ് ബേബി. അതായത് ഈ അംബ്ലിബിക്കൽ കോഡിലൂടെ എന്താണ് ചെയ്യുന്നത്? പ്ലാസൻറ്റ എന്ത് ചെയ്യുന്നു? ഈ ഗർഭസ്ഥത്തിലിരിക്കുന്ന കുഞ്ഞിന് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാസൻറ്റ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വെൻ പ്ലാസൻറ്റ ഈസ് ഫോംഡ്, എപ്പോഴാണ് പ്ലാസൻറ്റ ഫോം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്? പ്ലാസൻറ്റ അറ്റ് ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ദ ബ്ലാസ്റ്റോസിറ്റ് അഡ്ഹേഴ്സ് ടു ദ യൂട്രൈൻ വാൾ. അതായത് പ്ലാസൻറ്റ എന്ന് പറയുന്ന ഒരു ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള ഒരു അവയവമാണ്, ഒരു സ്ട്രക്ചറാണ്. അത് രൂപപ്പെടുന്ന ഫോംഡ് ആഫ്റ്റർ ദ ബ്ലാസ്റ്റോസിറ്റ്, അതായത് ബ്ലാസ്റ്റോസിറ്റ് രൂപപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിറ്റ് അഡ്ഹേഴ്സ് ടു ദ യൂട്രൈൻ വാൾ, അതായത് ബ്ലാസ്റ്റോസിറ്റ് യൂട്രൈൻ വാളിനോട് പറ്റിച്ചേർന്നതിന് ശേഷമാണ് പ്ലാസൻറ്റ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റോസിറ്റിന് മുമ്പ് പ്ലാസൻറ്റ രൂപപ്പെടുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി 83ാമത്തെ ചോദ്യം, വിത്ത് വാട്ട് പ്ലാസൻറ്റ ഈസ് ഫോംഡ്? എന്തുകൊണ്ടാണ് പ്ലാസൻറ്റ രൂപപ്പെട്ടിരിക്കുന്നത്? പ്ലാസൻറ്റ ഈസ് ഫോംഡ് ബൈ എംബ്രയോണിക് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്. പ്ലാസൻറ്റ രൂപപ്പെട്ടിരിക്കുന്നത് എംബ്രയോണിക് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്, അതായത് എംബ്രയോണിൻ്റെ ടിഷ്യൂകൾ കൊണ്ടും യൂട്രൈൻ്റെ ടിഷ്യൂകൾ കൊണ്ടുമാണ് എന്തായിരിക്കുന്നത്?
പ്ലാസൻ്റ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 84ാമത്തെ ചോദ്യം, വാട്ട് ഈസ് അംബ്ലിബിക്കൽ കോഡ്? എന്താകുന്നു അംബ്ലിബിക്കൽ കോഡ്? ദ അംബ്ലിബിക്കൽ കോഡ് കണക്ട്സ് ദ ബേബി ടു മദേഴ്സ് പ്ലാസൻ്റ. അംബ്ലിബിക്കൽ കോഡ് എന്ത് ചെയ്യുന്നു? അമ്മയെ കുഞ്ഞുമായിട്ട് ബന്ധിപ്പിക്കുന്നു. എങ്ങനെയാണ്? പ്ലാസൻ്റയിലൂടെ. ഡ്യൂറിങ് ഫെറ്റൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ വൂംബ് ഓഫ് ദ മദർ ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് ദ ലൈഫ് ലൈൻ ടു ദ ബേബി, സപ്ലൈസ് നെസസറി ന്യൂട്രിയൻ, ഓക്സിജൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്സ്. അതായത് ഈ ഫെറ്റൽ ഡെവലപ്മെൻറ്റ്, ഫീറ്റസ് ഡെവലപ്മെൻറ്റ്, അതായത് ഈ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ദ വൂംബ് ഓഫ് ദ മദേഴ്സ് ആൻഡ് ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് ദ ലൈഫ് ലൈൻ. ഈ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എന്താണ് പോഷക പദാർത്ഥങ്ങൾ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ലൈൻ, അതായത് ജീവിതത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ ലയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈഫ് ലൈനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ അംബ്ലിബിക്കൽ കോഡ് പ്രവർത്തിക്കുന്നു. അങ്ങനെ അംബ്ലിബിക്കൽ കോഡിലൂടെ കുഞ്ഞിന് ആവശ്യമായ ന്യൂട്രീഷൻസും അതുപോലെ പോഷകങ്ങളും ഓക്സിജനും അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ടിനും വേറെ എന്തെല്ലാം വേണമോ അതെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഫ്രം വെയർ ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് ഫോംഡ്? എവിടെ നിന്നാണ് അംബ്ലിബിക്കൽ കോഡ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്? അംബ്ലിബിക്കൽ കോഡ് ഈസ് ഫോംഡ് ഫ്രം ദ പ്ലാസൻ്റ. പ്ലാസൻ്റയിൽ നിന്നാണ് അംബ്ലിബിക്കൽ കോഡ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ത്രൂ വിച്ച് കോഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ആൻഡ് ദ വേസ്റ്റ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫീച്ചേഴ്സ്? ഏത് രൂപത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏത് കോഡിലൂടെയാണ് കുഞ്ഞിന് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുകയും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൽ നിന്നുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ദ ബോഡി ഓഫ് ദ ഫീച്ചസ് ആൻഡ് വേസ്റ്റ് ആർ റിമൂവ്ഡ് ത്രൂ അംബ്ലിബിക്കൽ കോഡ്. അതായത് ഓക്സിജനും ന്യൂട്രിയനും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതും അതുപോലെ തന്നെ വേസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നത് അംബ്ലിബിക്കൽ കോഡിലൂടെയാണ്. ഇനി 87ാമത്തെ ചോദ്യം, വാട്ട് ഈസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ആൻ എംബ്രിയോ വൈൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ യൂട്രസ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ് അല്ലെങ്കിൽ ഒരു ദ്രാവകമാണ്. ഇറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ദ എംബ്രിയോ. ഇത് എംബ്രിയോയ്ക്ക് ചുറ്റും ആയിട്ട് കാവരണം പോലെ കിടക്കുകയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എംബ്രിയോയെ സംരക്ഷിക്കുന്നു. വൈൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ യൂട്രസ്. അത് യൂട്രസിനകത്ത് വളരുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നു. ഇനി 88ാമത്തെ ചോദ്യം, വേർ ഡു വി ഫൈൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? എവിടെയാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാണുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ മെംബ്രൈൻ കോൾഡ് അമിനോൺ. അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അമിനോൺ എന്ന് പറയുന്ന ഒരു മെംബ്രൈനകത്ത്, ഒരു ആവരണത്തിനകത്താണ് കാണപ്പെടുന്നത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡും അതിനെ കവർ ചെയ്തിരിക്കുന്ന ഈ അമിനോൺ ആവരണവും കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ യൂട്രസിനകത്താണ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി 89ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രിവെൻറ്റ്സ് ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ്, അതായത് നിർജ്ജലീകരണം, അതായത് ഫീച്ചേഴ്സിൻ്റെ നിർജ്ജലീകരണത്തെ തടയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്ക്, പുറമേ നിന്നുള്ള ക്ഷതങ്ങളിൽ നിന്നും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. വാട്ട് ഈസ് അമിനിയോൺ? എന്താണ് അമിനോൺ എന്ന് പറയുന്നത്? അമിനോൺ ഈസ് എ തിൻ മെംബ്രൈൻ ഫോമിങ് എ ക്ലോസ്ഡ് സാക്ക് എബൌണ്ട് ദ എംബ്രിയോ ഓർ ഫീച്ചേഴ്സ്. അതായത് അമിനോൺ എന്ന് പറയുന്നത് ഒരു തിൻ മെംബ്രൈനാണ്, ഒരു കട്ടി കുറഞ്ഞ ഒരു കവചമാണ് അല്ലെങ്കിൽ ഒരു ആവരണമാണ്. അത് എവിടെയാണ്? സാക്ക് എബൌട്ട് ദ എംബ്രിയോ ഓർ ഫ്യൂച്ചേഴ്സ്, അതായത് എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന് ചുറ്റുമാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ വാട്ടറി ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ എംബ്രിയോ ഓർ ദ ഫീച്ചേഴ്സ് ഈസ് ഇമേഴ്സ്ഡ്. ഇതെന്താണ്? ഇതൊരു വാട്ടറി അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ളതാണ്. ഇതിനകത്താണ് ഈ എംബ്രിയോ അല്ലെങ്കിൽ ഫീച്ചസ് മുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 91ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ അമിനിയോൺ മെംബ്രൈൻ ഈസ് ഫോംഡ്? എങ്ങനെയാണ് അമിനിയോൺ മെംബ്രൈൻ അല്ലെങ്കിൽ ആവരണം രൂപപ്പെട്ടിരിക്കുന്നത്? ദ അമിനിയോൺ മെംബ്രൈൻ ഈസ് ഫോംഡ് ഫ്രം ദ എംബ്രിയോണിക് സെൽസ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഈ അമ്നിയോൺ മെംബ്രൈൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ ഫീച്ചേഴ്സ്, അതായത് ഒരു ഫീച്ചേഴ്സിൻ്റെ ഏർലി സ്റ്റേജ്, വളർച്ചയുടെ ആരംഭഘട്ടത്ത് ആണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ഫീച്ചേഴ്സിൻ്റെ വളർച്ചയുടെ ആരംഭഘട്ടത്തിലാണ് എന്താണ് ഈ അമിനിയോൺ മെംബ്രൈൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഡസ് ദ ഫീച്ചേഴ്സ് യൂറിനേറ്റ് ആൻഡ് ഡിഫെക്കേറ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഗർഭസ്ഥ ശിശു എന്താണ് മലമൂത്ര വിസർജനം നടത്താറുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം, യെസ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ശരീരത്തിൽ നിന്ന് മെജോറിറ്റി ഓഫ് ദ വേസ്റ്റ് പോകുന്നത് അംബ്ലിബിക്കൽ കോഡിലൂടെയാണ്. എന്നാൽ തന്നെയും ബേബി സ്റ്റാർട്ടഡ് ടു പീ ഇൻസൈഡ് ദ അമ്നിയോട്ടിക് സാക്ക് അറൗണ്ട് വീക്ക് 8, അതായത് ഒരു 8 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ചെറുതായിട്ട് യൂറിനേഷൻ നടത്തുന്ന ഒരു പ്രവണത
ശ്രദ്ധയിലേക്കും കടന്ന് വരാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഇനി നമ്മൾ അടുത്തതായിട്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്.